അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. ആലമുടയോനും വിവരിച്ചു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ ഇമ്രാനും സൂറയിൽ. അദ്ധ്യായം 3 ഇമ്രാനും സൂറയ 35 ആയത്തും അറിയണം. ആയത്തിനാശയം പശ്ചാത്തലവുമേ പറയുന്നു ഞാനുമേ അറിയണം നിങ്ങളും. പരിശുദ്ധമായ ഖുർആനിലെ 3-ാമത്തെ അധ്യായമായ സൂറ ആൽ ഇംറാൻ, അതിലെ 35-ാമത്തെ ആയത്തിൻ്റെ ആശയവും അതിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ അർത്ഥവും നിങ്ങളുടെ മുന്നിൽ വിവരിക്കുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, അതിൻ്റെ ആശയവും അതിൻ്റെ പശ്ചാത്തലവുമാണ് ആദ്യം പറയുന്നത്. ഇൻഷാ അല്ലാഹ് പിന്നീട് അർത്ഥത്തിലേക്ക് കടക്കാം. ആയത്തിനർത്ഥവും പറയാമേ പിന്നാലെ അറിയണം ആശയം പശ്ചാത്തലവുമേ. ഈസാ നബിയുമേ ദൈവവും അല്ലാന്നേ മനുഷ്യനും തന്നാണ് എന്ന് അറിയിക്കാൻ. ബഹുമാനപ്പെട്ട ഹസ്രത്ത് ഈസാ അലൈഹിസ്സലാം സാധാരണ മനുഷ്യനാണെന്നും ഈസാ നബി ഒരു പ്രവാചകനാണെന്നും അദ്ദേഹം ദൈവമല്ല എന്നും ഈ 35-ാമത്തെ ആയത്തിൽ, സൂറ ആൽ ഇംറാനിലെ 35-ാമത്തെ ആയത്തിൽ അള്ളാഹു തറപ്പിച്ച് പറയുകയാണ്. അതിനുള്ള കാര്യകാരണങ്ങളെല്ലാം ഈ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് കേട്ടോ. നല്ലതുപോലെ പഠിക്കണം. ജനനചരിതവും മുമ്പുള്ള തലമുറ അവരെ ചരിതവും പറയുന്ന ആയത്താ. ഈസാ നബിയുടെ മുമ്പുള്ള തലമുറ അവരെ ചരിത്രവും എടുത്തു പറയുന്നേ. ഈസാ നബി മനുഷ്യനാണ് എന്നുള്ള തെളിവുമായി അള്ളാഹു ഈ പരിശുദ്ധമായ ഖുർആനിൽ വരികയാണ്. അതിന് അള്ളാഹു പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ എന്താണെന്നറിയുമോ? ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പുള്ളതായ തലമുറകളുടെ ചരിത്രം പറഞ്ഞു വയ്ക്കുകയാണ് അള്ളാഹു. ആ ചരിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഈസാ അലൈഹിസ്സലാം ഒരു ദൈവമല്ല, അത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാകും. ഈസാ നബിയുടെ മാതാവ് മറിയം ബി, അവരുടെ മാതാവ് ഇമ്രാൻ്റെ ഭാര്യയാ. സൂറ ആൽ ഇംറാനിലെ 35-ാമത്തെ ആയത്തിൻ്റെ ആശയവും പശ്ചാത്തലവുമാണ് ഈ വിവരിക്കുന്നത്. അള്ളാഹു പറയുകയാണ്, ഈസാ നബി അലൈഹിസ്സലാം അവരുടെ മാതാവ് ആരാണെന്നറിയുമോ? മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്. പക്ഷേ ഈ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവ് ആരാണെന്നറിയുമോ? ഇമ്രാനിൻ്റെ ഭാര്യയാണ് എന്ന് അള്ളാഹു പറയുകയാണ്. നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കണം. ഈസാ നബിയുടെ മാതാവ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ മാതാവ് ആരാണെന്നറിയുമോ? ഇമ്രാൻ്റെ ഭാര്യയാണ് കേട്ടോ. നല്ലതുപോലെ മനസ്സിലാക്കണം. ഇമ്രാൻ്റെ ഭാര്യയും ഗർഭവതിയാണ്. ആ സമയം അവരുമേ നേർച്ചയും നേർന്നേ. ഇമ്രാൻ്റെ ഭാര്യ ഒരവസരത്തിൽ അവർ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായിരിക്കെ അവരൊരു നേർച്ച ചെയ്യുകയാണ്.
അവരുമേ നേർന്നത് ഗർഭത്തെ കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിലാക്കാമേ. ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിലെ സേവകൻ ശുശ്രൂഷ ചെയ്യാനും ആക്കാമേ എന്നാണ്. ഗർഭവതിയായിരിക്കെ ഇമ്രാൻ്റെ ഭാര്യ ഗർഭവതിയായിരിക്കെ, ഇമ്രാൻ്റെ ഭാര്യ ആരാണ്? ബഹുമാനപ്പെട്ട ഈസാ നബിയുടെ മാതാവ് മറിയം ബീബിയുടെ ഉമ്മയാണ്. ആ ഇമ്രാൻ്റെ ഭാര്യ നേർച്ചയാക്കുകയാണ്. എന്താണ് നേർച്ചയാക്കുന്നത്? എൻ്റെ വയറ്റിലുള്ള, എൻ്റെ ഗർഭാശയത്തിലുള്ള, എൻ്റെ ഉദരത്തിലുള്ള കുട്ടിയെ ഞാൻ ഈ പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനായി അങ്ങാക്കിയേക്കാം അല്ലാ എന്നവർ നേർച്ചയാക്കുകയാണ്. അവർ ഇങ്ങനെ നേർച്ചയാക്കാൻ കാരണമെന്തെന്നറിയുമോ? അവർ ധരിച്ചുപോയി അവരുടെ വയറ്റിലുള്ള കുട്ടി ആൺകുട്ടിയായിരിക്കുമത്രേന്ന്. പക്ഷേ പ്രസവിച്ചപ്പോഴോ അതൊരു പെണ്ണായി മാറി. അങ്ങനെയുള്ള ചരിത്രവും പശ്ചാത്തലവുമാണ് ഈ ആയത്തിൻ്റെ ആശയം. മനസ്സിലാക്കണം. അവരും ധരിച്ചു പോയി ഉള്ളിലെ കുട്ടിയും ആണാണ് എന്നാണ് അവരും കരുതിയേ. ഇതിനാലെ തന്നാണ് ഇതുപോലെ അവരുമേ നേർച്ചയും ആക്കിയേ അറിയണം നിങ്ങളും. ഇമ്രാൻ്റെ ഭാര്യ ധരിച്ചുപോയി എൻ്റെ വയറ്റിലുള്ള കുട്ടിയാണായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് അവർ നേർച്ചയാക്കിയത്. ബൈത്തുൽ മുഖദ്ദസിൻ്റെ എല്ലാ ശുശ്രൂഷയ്ക്കും എൻ്റെ കുട്ടിയെ ഞാൻ അവിടേക്ക് നേർച്ചയാക്കി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഞാൻ നേർച്ചയാക്കി അല്ലാ, അത് നീ സ്വീകരിക്കണേ അല്ലാ എന്നാണ് ഇമ്രാൻ്റെ ഭാര്യ അള്ളാഹുവിനോട് ദുആ ചെയ്തത്. ആണാണ് എന്നുള്ള ധാരണയിലാണ് അവർ നേർച്ചയാക്കിയത്. ജനിച്ചുള്ള കുഞ്ഞുമേ പെണ്ണായി കണ്ടപ്പോൾ ബേജാറിലായല്ലോ ഇമ്രാൻ്റെ ഭാര്യയും. പെണ്ണായ കുഞ്ഞിനെ എങ്ങനെ ഞാനുമേ ശുശ്രൂഷ പള്ളിക്ക് ചെയ്യാൻ കൊടുക്കുമേ. അങ്ങനെ അവരിതാ ഇമ്രാൻ്റെ ഭാര്യ പ്രസവിക്കുകയാണ്. പ്രസവിച്ചപ്പോഴോ ഒരു പെൺകുഞ്ഞാണ്. അങ്ങനെ അവർ ഇമ്രാൻ്റെ ഭാര്യ ബേജാറിലാവുകയാണ്. അല്ലാ അല്ലാ, ഇത് ജനിച്ച ഒരു പെൺകുഞ്ഞാണല്ലോ റബ്ബേ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് അതിൻ്റെ ശുശ്രൂഷ ചെയ്യാനായി ഞാൻ ഈ മകളെ എങ്ങനെ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊടുക്കും അല്ലാ എന്നവർ ചിന്തിച്ചുകൊണ്ട് അവർ ബേജാറാവുകയാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും അവരുടെ ഉറച്ച തീരുമാനം അവർ മാറ്റാൻ ആഗ്രഹിക്കുന്നില്ല. അവർ ഉറപ്പിക്കുകയാണ്, എന്തായാലും ഞാൻ അള്ളാഹുവിലേക്ക് നേർച്ചയാക്കിയതാണല്ലോ, അതുകൊണ്ടാണായാലും പെണ്ണായാലും എനിക്ക് ആ നേർച്ച നിറവേറ്റിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എനിക്ക് അള്ളാഹു പെണ്ണിനെയാണ് തന്നത്. എന്നിരുന്നാലും ഞാൻ ആ പെണ്ണിനെ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനായി ഒഴിഞ്ഞിതാ നേർച്ചയാക്കിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കുഞ്ഞിനെ ഞാൻ ബൈത്തുൽ മുഖദ്ദിസിലേക്ക് ഏൽപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് ഇമ്രാൻ്റെ ഭാര്യയായ ആ മഹദി അവറുകൾ നിശ്ചയദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അവരൊരിക്കലും തളരുന്നില്ല. നമ്മൾ ചരിത്രങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കണം. അവരും ഉറപ്പിച്ചേ നേർച്ചയും ചെയ്തല്ലോ, അതിനാലെ എൻ മോളെ പള്ളിയിലും എത്തിക്കാം. ഇമ്രാൻ്റെ ഭാര്യയും ഉറപ്പിച്ചു നേർച്ചയും മറിയം റളിയല്ലാഹ് പേരും വിളിച്ചല്ലോ. പെൺകുഞ്ഞായാലും
പെൺകുഞ്ഞായാലും കുഴപ്പമില്ല, ഞാൻ അള്ളാഹുവിലേക്ക് നേർച്ചയാക്കിയത് ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഉറച്ച വിശ്വാസത്തോടുകൂടി ഇമ്രാൻ്റെ ഭാര്യ ഇതാ ആ പെൺകുഞ്ഞിനൊരു പേരിടുകയാണ്. മറിയം 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 റളിയല്ലാഹ്, മറിയമെന്ന് പേരാ പെൺകുഞ്ഞിനിടുകയാണ്. എന്നിട്ടവരെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിലേക്ക് ശുശ്രൂഷകരായി അവരെ നിയമിക്കുകയാണ്. ആ പള്ളിയിലേക്ക് അവർ കൊടുക്കുകയാണ്. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്നാണ് ഈസാ നബി അലൈഹിസ്സലാം പൂജാതനായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിരിക്കെ എങ്ങനെയാണ് ഈസ ദൈവമാകുന്നത് എന്ന് അള്ളാഹു ക്രിസ്ത്യാനികളോട് ചോദിക്കുകയാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. മനസ്സിലായല്ലോ? ഈയുള്ള രീതികൾ അള്ളാഹു കണ്ടപ്പോൾ അവരെയും അള്ളാഹു സ്നേഹം കൊണ്ടാറാടി. നല്ല നിലയിലും മറിയമേ വളർത്തുവാൻ അള്ളാഹു തുണയേകി അള്ളാഹ് സഹായിച്ചു. ഇങ്ങനെയുള്ളതായ നിശ്ചയദാർഢ്യം ആ മഹദിയിൽ അഥവാ ഇമ്രാൻ്റെ ഭാര്യയിൽ കണ്ടപ്പോൾ അള്ളാഹു നിശ്ചയിച്ചു അവരെ കൂടുതൽ അങ്ങോട്ട് സ്നേഹിക്കുകയും അവരുടെ മകളായ മറിയം ബീബി റളിയല്ലാഹു അൻഹയെ നല്ലതുപോലെ വളർത്തി വലുതാക്കാൻ അള്ളാഹു തീരുമാനിക്കുകയും അള്ളാഹു സഹായിക്കുകയും ചെയ്തുവത്രേ. ഹസ്രത്ത് ഈസാൻ്റെ മാതാവിൻ ചരിതവും ഇതുപോലെ വിവരിക്കാൻ അള്ളാഹ് തുനിഞ്ഞത് കാരണം അറിയാമോ? ഈസാ നബിയാരും ദൈവമേ അല്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാ. ഈസാ നബിയുടെ മുന്നോറുകളുടെ ജീവിത ചരിത്രം പറയാൻ കാരണം എന്താണെന്നറിയുമോ? അള്ളാഹു ഇത് അടിവരയിട്ട് പറയുകയാണ്. ഈസാ നബി ഒരിക്കലും ദൈവമല്ല, ദൈവത്തിൻ്റെ പുത്രനുമല്ല, ഒരു സൃഷ്ടി തന്നെയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ തന്നെയാണെന്ന് അടിവരയിട്ട് അള്ളാഹു പ്രസ്താവിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഈസാ നബിയുടെ മുന്നോറുകളുടെ ചരിത്രം ഇതിൽ പറഞ്ഞു വെച്ചത്. എൻ്റെ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ ഖുർആൻ്റെ ഓരോ ആയത്തുകളും നമ്മൾ നല്ലതുപോലെ പഠിക്കുകയും ഗ്രഹിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും വേണം കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ പൊരുൾ മനസ്സിലാവുകയുള്ളൂ. ഇനി ഞാനും പറയാമേ ആയത്തിനർത്ഥവും കേൾക്കണം നിങ്ങളും നല്ലതുപോലെയും. ഇനി ആ 35-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം അങ്ങോട്ട് പറയാൻ പോവുകയാണ്. ഇതുവരെ നമ്മൾ ആശയവും അതിൻ്റെ പശ്ചാത്തലവുമാണ് പറഞ്ഞത്. ഈസാ നബി ദൈവമല്ല എന്ന് അള്ളാഹു സ്ഥാപിച്ചതാണ് ഈ ആയത്ത്. ഇമ്രാൻ്റെ ഭാര്യ, ഇനി അർത്ഥമാണ് പറയുന്നത് 35-ാമത്തിൻ്റെ ആയത്ത്. അള്ളാഹു പറയാം, ഇമ്രാൻ്റെ ഭാര്യയും റബ്ബോട് തേടുന്നു, അല്ലാവേ അല്ലാവേ എൻ്റെ രക്ഷിതാവേ. ഇമ്രാൻ്റെ ഭാര്യ അള്ളാഹുവിനോട് തേടുകയാണ്, അല്ലാ എൻ്റെ രക്ഷിതാവായ അള്ളാഹുവേ, എൻ്റെ ഉദരത്തിൽ ഉള്ളൊരു കുട്ടിയെ നിൻ്റെ പരിശുദ്ധ മന്ദിരം നദിലേക്ക് ശുശ്രൂഷ ചെയ്യാനായി ഒഴിഞ്ഞിതാ വെച്ചല്ലോ, ഞാനുമേയാക്കിയേ നേർച്ചയും ആക്കിയേ. അള്ളാഹുവേ, ആ പരിശുദ്ധമായ ഖുർആൻ്റെ അർത്ഥമാണ്, ആയത്തിൻ്റെ അർത്ഥമാണ് ഞാൻ ഈ പറയുന്നത്. ഇമ്രാൻ്റെ ഭാര്യ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, എൻ്റെ രക്ഷിതാവേ, എൻ്റെ വയറ്റിലുള്ളതായ കുഞ്ഞിനെ ഞാൻ പരിശുദ്ധമായ മന്ദിരത്തിലേക്ക്
ആ മന്ദിരം ശുശ്രൂഷ ചെയ്യാനായി ഒഴിഞ്ഞിതാ വെച്ചിരിക്കുന്നു അല്ലാ എന്ന് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു റബ്ബേ. ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാവേ അല്ലാവേ ഇതിനെയും നീയുമേ എന്നെന്നും സ്വീകാര്യം സ്വീകരിക്കണമേ. എൻ്റെ ഈ നേർച്ചയെ നീ കബൂൽ ചെയ്യണേ അല്ലാ എന്ന് ഇമ്രാൻ്റെ ഭാര്യ ദുആ ചെയ്ത സന്ദർഭം സ്മരണീയമത്രേ എന്ന് ആയത്തിൽ അല്ലാഹു പറയുകയാണ്. നീയാണ് നീ മാത്രം എല്ലാമേ കേൾക്കുന്നോൻ, നീയാണ് നീ മാത്രം എല്ലാമേ അറിയുന്നോൻ. എല്ലാം അറിയുന്നവനായ അല്ലാ, നീ മാത്രമാണ് എല്ലാം അറിയുന്നത്. എല്ലാം കേൾക്കുന്നവനായ അല്ലാ, എല്ലാം കേൾക്കുന്നവൻ നീ മാത്രമാണ് അല്ലാ. ആ നിന്നോട് എൻ്റെ രക്ഷിതാവേ ഞാൻ ചോദിക്കുകയാണ്, ഞാൻ പറയുകയാണ് റബ്ബേ, എൻ്റെ വയറ്റിലുള്ളതായ കുഞ്ഞിനെ ഞാനിതാ ഈ പരിശുദ്ധമായ മന്ദിരത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനായി ഞാനിതാ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് ഞാൻ നേർച്ചയാക്കിയല്ലാ. അതിനെ നീ ഈ നേർച്ചയെ നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്ത എന്ന് പറഞ്ഞതായ ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞതായ സന്ദർഭം സ്മരണീയമാണ് നബിയേ എന്നല്ലാഹു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ് കേട്ടോ. ഇതുപോലെ ഇമ്രാൻ്റെ ഭാര്യ പറഞ്ഞത് സ്മരണീയമാണല്ലോ, സ്മരണീയമാണല്ലോ. സ്വർഗം പൂജുബാക്കി തരണമേ യാ അല്ലാ, നരകം ഹറാമാക്ക് യാ അല്ലാ യാ അല്ലാ. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.